ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു കൊണ്ടവിടൽ വീഡിയോ ആണ് കേട്ടോ. കൊണ്ടവിടൽ ചടങ്ങാണ്. അതായത് എല്ലാ മക്കളെയും പെൺമക്കളെയൊക്കെ പോലെ അവളും 3.5 മാസം പ്രസവം കഴിഞ്ഞ് 3.5 മാസത്തിന് ശേഷം തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ കൊണ്ടുവിടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും ഞാൻ ഇൻട്രോ പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പിന്നെ എല്ലാവരും റെഡിയായിട്ടിരിക്കുകയാണ്. നമ്മുടെ സാധനങ്ങളൊക്കെ കയറ്റി വണ്ടിക്കകത്ത് റെഡിയാക്കി വെച്ചേക്കുന്നു. കാണിച്ചു തരാം. ഞാനിങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നു, ഇൻട്രോ എടുക്കുന്നു ഒന്നും ആരും അറിഞ്ഞിട്ട് പോലും ഇല്ല. എന്തായാലും പോകാൻ നേരത്തൊരു കരച്ചിലും പിടിച്ചിലും കുറേ സീനുകളും ഉണ്ടാവും. ഇതാ വണ്ടിയുടെ പുറകെ മറച്ചും ഡ്രസ്സുണ്ട്. നമ്മുടെ സീറ്റ് കുറച്ച് അങ്ങോട്ട് മടക്കി വെച്ചിട്ടാണ് സാധനം കയറ്റി വെച്ചേക്കുന്നത്. കാരണം ഒരാൾ ഫ്രണ്ടിൽ ഇരുന്നാൽ അവൾക്ക് മാത്രം ഫ്രണ്ടിൽ ഇരുന്നാൽ മതി. അളിയൻ ബൈക്കിനാണ് വരുന്നത്. എന്താ പറയുക, എന്തായാലും ഒരു കരച്ചിലും പിഴിച്ചിലും ഉറപ്പാണ് എന്നെനിക്ക് തോന്നുന്നു. കാരണം മമ്മി ഇത്രയും നാളും ഒരുമിച്ച് 2 പേരോട് ഇരുന്നിട്ട് 2 പേരോട് അറന്നു പോകുമ്പോൾ ഉറപ്പായിട്ടും ഭയങ്കര ഒരു വിഷമമുള്ള കാര്യമാണ്. കാരണം 3-3.5 മാസം എന്ന് പറയുമ്പോൾ അതൊരു നീണ്ട കാലയളവാണ്. അതുപോലെ തന്നെ കുഞ്ഞിനെ പിരിയുന്നതിനൊക്കെ എല്ലാം വിഷമമാണ്. ഇവിടുത്തെ കുഞ്ഞുങ്ങളെ പിരിയുന്നതിനും അവർക്ക് വിഷമമുണ്ട്, മമ്മിയെ പിരിയുന്നതിൻ്റെ വിഷമം, പിന്നെ ഇവിടം വിട്ട് പോകുന്നതിൻ്റെ വിഷമം, അതുപോലെ തന്നെ അവരിവിടുന്ന് പോകുന്നതിൻ്റെ വിഷമം. നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിഷമമുള്ളൊരു ദിവസമാണ്. ഒരുപാട് വിഷമം നിറഞ്ഞൊരു ദിവസവും. എന്നാൽ അവർക്ക് പോയേ പറ്റൂ. എന്താ പറയുക, അവർക്ക് അവരുടെ വീട്ടിലേക്ക് ചെന്നാലേ അവർക്കും മുന്നോട്ട് പോകണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പിരിച്ചിൽ, എന്താ പറയുക, ഈ ഒരു അകൽച്ച എന്നായാലും ജീവിതത്തിൽ ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ എന്തായാലും ബാക്കി നമുക്ക് വീഡിയോയിൽ കാണാം. ഇപ്പോൾ അവർ പോകാൻ വേണ്ടി ഇറങ്ങി നിൽക്കുക കേട്ടോ. അത് ഉറക്കത്തിലാണ്, എന്നെ ഉറക്കമാണ്. എന്താ അന്നെ ഉറക്കത്തിലാന്നാ ഞാൻ പറഞ്ഞത്. അതെ അതെ. എത്ര നേരമല്ല ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ആദി ഒരു ഉമ്മ കൊടുത്തേ. ആദി ഓ അതെ. കൊച്ചിനെ കൊടുക്കുന്നില്ലേ? എന്നാ പിന്നെ എന്തിനാ നിക്കുന്നേ? പയ്യെ ബൈക്കെടുത്ത് കേൾക്കും. 2 പേരുടെ നടന്നോ, പയ്യെ പെട്ടോ. ബൈക്കിന് പോയാൽ മതിയല്ലോ. ആദ്യം പിച്ചോ പിച്ചോ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി കേട്ടാ. ഇന്ന് കയറി ഇരുന്ന സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടു. സീറ്റ് മുന്നോട്ട് കയറ്റിയിരുന്നോ? കൊടുത്തോ? സൂക്ഷിച്ച് തട്ടല്ലേ. അപ്പോ സീറ്റ് ബെൽറ്റ് ഇട്ടോ? അയ്യോ എന്നെ കൊണ്ടുപോയല്ലേ, ഞാൻ പോന്നില്ലേ, ഞാൻ ഈ വീട്ടിലേക്കാണ് നിന്നോളാവേന്നാ പറയുന്നത്. കറിയാണോ? കൈ മാറ്റി വെച്ചു. അമ്മ എടുക്കൂല്ലോ കൊച്ചിനെ. എന്നാടാ? അവനും കയറണം, അത്രേ ഉള്ളൂ അല്ലേ? വേറെ ആരും കരഞ്ഞില്ല കേട്ടോ. ആദ്യം മാത്രമേ കരഞ്ഞുള്ളൂ. ആദ്യക്ക് മാത്രമേ വിഷമമുള്ളൂ കേട്ടോ. അതേപോലെ വണ്ടി പോവായിട്ട് കൊച്ചിന് സഹിക്കാൻ പറ്റും. അയ്യോ ആവക്കുഞ്ഞെ ആവക്കുഞ്ഞിന് ഉമ്മ വന്നില്ലല്ലോ. 2 പേര്. ഓ എന്റെ ദൈവമേ. എന്റെ ദൈവമേ. പോട്ടാ മീ. പോവാണേ. ഒന്നാ ശരിയേ. ആദ്യം അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വയലുണ്ടാവും. കേട്ടിട്ടോളാം. ആദ്യം നല്ല കരച്ചിലായി. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. തിരിച്ചല്ലേ? ആദ്യമായിട്ട് വലതുകാലം വെച്ച് നമ്മൾ വീട്ടിലോ. അതെ ഔട്ടാ.
ഇത്രയും നേരം പറഞ്ഞത് നമുക്ക് വയ്യ അവിടെ എനിക്ക് മരുന്നൊക്കെ കുടിച്ചിട്ടിരിക്കാം. അതെ അതെ അതെ. നന്നായി സഹകരിച്ചു കേട്ടോ. ഇവിടെ വരുന്നവരെ വഴക്കൊന്നും ഉണ്ടാക്കിയില്ല. ചേട്ടായി വെള്ളം പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഗ്ലാസ് വെള്ളം ഒന്നും എനിക്കറിയാനോട് പറഞ്ഞത് നീ. ഞാൻ എത്ര പ്രാവശ്യം വന്നിരിക്കും അറിയൊന്നുമില്ല. നമ്മളെ സ്വന്തം വീടായിട്ട് കണ്ട് ഗൗരി വേണം ചായ ഇട്ട് കുടിച്ചോണം. വീട്ടിൽ നിന്ന് മണ്ണ് വരെ കൊണ്ടുവന്നിട്ടുണ്ട്. അതെ, വീട്ടിൽ നിന്ന് ഞങ്ങളുടെ മണ്ണ് വരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു തുള്ളി മണ്ണ് പോലും ഞങ്ങൾക്കില്ലെന്ന് പറഞ്ഞാൽ ഒരു തുള്ളി മണ്ണ് എനിക്ക് തന്നില്ലെന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന മണ്ണൊക്കെ വാരിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. കുതിച്ച കൂടിനകത്താക്കി. അങ്ങനെ അതെ അതെ. അപ്പൊ ഇനി എന്താ പരിപാടി? ഇവിടെ കിടത്തണം. കിടത്തിയിട്ട് സാധനം മേടിക്കണ്ടേ ആദ്യം? ഒന്നായിരം തൊട്ടുള്ള സാധനം മേടിക്കണം. അരിയൊക്കെ മേടിക്കണം. പോണോ? ഞങ്ങൾക്ക് പോയിട്ട് പോവാം. അല്ല തുടക്കമല്ലേ, അതുകൊണ്ട് സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടാവും. എവിടെ തുടങ്ങണം എന്നുള്ളൊരു സാധനോ? അല്ലെങ്കിൽ പിന്നെ ഇന്നും കൂടെ ഒന്ന് നോക്കിട്ടെ. അരിയുണ്ട്. പച്ചക്കറി മൊത്തം വാരി കുട്ടിക്കൊണ്ടല്ലേ പോകുന്നത് അങ്ങോട്ട്. പച്ചക്കറി ഞങ്ങൾ ഒരാഴ്ച കൂടി മേടിച്ചായിരുന്നു. അത് ഓർത്തില്ലല്ലോ. ദിവസം അല്ല പറഞ്ഞത് അന്നല്ല സ്കാൻ ചെയ്യാൻ പറഞ്ഞപ്പോഴും പിറ്റേ ദിവസം അഡ്മിറ്റാണ് പറഞ്ഞത്. അന്ന് അഡ്മിറ്റാണ് പറഞ്ഞ എന്തായാലും ചെലവിടാന്നായിരുന്നല്ല. 3 മാസം 3 മാസം കഴിഞ്ഞ് നടന്നില്ല. ഞാൻ ശരിക്കും അറിഞ്ഞില്ലേ, 3 മാസം 3 വർഷം പോലെ കിടന്നു. അതെ കുഞ്ഞും ആനക്കുട്ടനും അവനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു കേട്ടോ. അതെ, അന്നപ്പറ്റി ഒത്തിരി നാൾ നമ്മുടെ കൂടെ ഇല്ലായിരുന്നു. പാവം പകുതി ദിവസം ആശുപത്രിയിലായിരുന്നോണ്ട് അവളെ അധികം മിസ് ചെയ്യാല്ലേ. അധികം മിസ് ചെയ്യും. ഞങ്ങളതുകൊണ്ട് ഇവളെ അധികം മിസ് ചെയ്യാല്ലേ. ഇവളെ കാണുന്നില്ല, ഇവളെ കാണലില്ലല്ലോ. പക്ഷെ ആദ്യം അങ്ങനെയല്ല, ഇവരും കൂടെ ഇല്ലാതിരുന്ന സമയത്ത് അവൻ ഫുള്ള് ഞങ്ങളുടെ കൂടെ അല്ലായിരുന്നു. അതുകൊണ്ട് ഉറപ്പായിട്ടും ഭയങ്കര കരുതലായിരുന്നല്ലേ. ഇനി വഴി വരെ കേട്ടു കരച്ചില്. അതല്ലേ. വണ്ടി കൊണ്ട് പോകുന്നതിനാണ്. നിങ്ങൾ കഴിഞ്ഞ ദിവസം കാലങ്ങളും ചിക്കനോട് പോയിട്ട് കുഴപ്പമില്ലായിരുന്നു തോന്നുന്നു. കുഴപ്പമില്ല. അവിടെയും ഞാൻ പോവാട്ടോ കേട്ടോ. ഔട്ടി ഞാൻ പോവാട്ടോ. ഞാൻ പോവാ. ചുമ്മയുണ്ടോ? ഇരുമാന്നേ ഞാൻ പോവാ. പോയിട്ട് വരാൻ പറ. പോയിട്ട് ഇനി വരുമ്പോ ആന്റീനെയും മമ്മീനെയും ആദി ചേട്ടായിനെയും അന്നക്കുഞ്ഞിനെയും കൊണ്ടുവരണമെന്ന് പറഞ്ഞു കേട്ടോ. അല്ല മനെ, എനിക്ക് കളിക്കാനുള്ളതെന്ന് പറ അവരുടെയൊക്കെ കൂടെ. ദൈവമേ പോട്ടോ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ അവരെ കൊണ്ടുവിട്ട് തിരിച്ച് ഞാൻ പോന്നു. തിരിച്ച് വന്ന് മാർക്കറ്റിൽ കൂടെ ഒക്കെ കയറണമായിരുന്നു. മാർക്കറ്റിൽ കയറി. അപ്പോൾ ഇനിയിപ്പോൾ അവരോട് പോയപ്പോഴത്തേക്കും ചെറിയൊരു ശൂന്യതയായി. വീണ്ടും വീട്ടിൽ ശൂന്യതയില്ല, ചെമ്പളമൊക്കെ ഉണ്ട്. എന്നാലും അവരോടുള്ളപ്പോൾ ഒരു രസമായിരുന്നു. അപ്പോൾ ഇനിയും വീണ്ടും നമ്മൾ നമ്മുടേതായ ജീവിതവുമായി വീണ്ടും മുന്നോട്ട്. അവരും കൂടെ ഉള്ളപ്പോൾ ഒരു സുഖം ഉണ്ടായിരുന്നു. ഒരു എന്താ പറയുക, ഒരു ബഹളവും ഈ സൈഡിൽ നിന്ന് കരച്ചിലും ആ സൈഡിൽ നിന്ന് കരച്ചിലും ബഹളവും എന്താ പറയുക, നല്ലൊരു പ്രത്യേക ഒരു അന്തരീക്ഷമായിരുന്നു. അപ്പോൾ ഇനി ഞാൻ വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ ചെന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങണം. ഇനിയെങ്കിലും ഇപ്പോൾ കുറേ നാളായിട്ട് വീഡിയോ എടുപ്പിലും പരിപാടിയൊന്നുമില്ല. അതിൻ്റേതായ രീതിയിൽ നമ്മുടെ ചാനലിലെല്ലാം രീതിയിലും പുറകോട്ട് പോയിട്ടുണ്ട്. ചാനൽ യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും എല്ലാം നമ്മൾ പുറകോട്ട് പോയി. ഇപ്പോൾ ഒരു എന്താ പറയുക, അന്ന് കോഴിക്കോട് പോയി തുടങ്ങിയ ആ സമയത്ത് തൊട്ട് നമ്മുടെ ചാനലിൽ റീച്ച് ഇടിഞ്ഞതാണ്.
താഴേക്ക് പോയതാണ്. പിന്നെ ഇതുവരെ ഒന്ന് കയറി വരാൻ നമുക്ക് പറ്റിയിട്ടില്ല. ഷോർട്ട് വീഡിയോസാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട, എന്താ പറയുക, നമ്മുടെ ചാനലിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് കുറഞ്ഞു പോയതോടുകൂടി എല്ലാ രീതിയിലും നമ്മൾ താഴോട്ട് പോകുന്നു. അപ്പോൾ ഇനി അതിനെയൊക്കെ പതുക്കെ പിടിച്ചുയർത്തിക്കൊണ്ട് വരണം. പിന്നെ വേറെന്താ പറയുക, വേറെ വിശേഷങ്ങളൊന്നുമില്ല. ടാറ്റാ, ബൈ.